അസ്സലാമലൈക്കും, നമസ്കാരം. നമ്മളെ വീടിൻ്റെ പാർട്ടി വന്നിട്ടുണ്ട്. വീട് നെൽക്കെടുപ്പിൽ കിട്ടിയതിൻ്റെ പാർട്ടിയാണ്. അത് സൗദിയിലുള്ള ആളല്ലേ? സൗദിയിലുള്ള ആള്. അയാളെ ഉപ്പയാണിത്. പിന്നെ അത് മോനാ. നിങ്ങൾ പരിചയപ്പെടുത്തി. നിങ്ങളാര്? മോൻ്റെ മോനത്. നിങ്ങളെ മോനാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്ത ആളാണ് വെച്ചാൽ ഇവര് ടിക്കറ്റ് എടുത്ത ആളെ എളാപ്പ. ടിക്കറ്റ് എടുത്ത ആളെ പേര് ജംഷാദിന്റെ എളാപ്പ. സുഹൃത്തുക്കള് അനിയന്. അപ്പൊ ഇവരെല്ലാം വന്നിട്ടുണ്ട്. വീടെല്ലാം നോക്കിയില്ല നിങ്ങള് നോക്കിയില്ല. അപ്പൊ നമ്മള് പരസ്യപ്പെടുത്തിയ അതേ വീട് തന്നെയാണോ? അതന്നല്ലേ? ഉള്ളിൽ എന്തെങ്കിലും സെറ്റപ്പ് വേറൊന്നും മാറ്റമൊന്നുണ്ടോ? സ്ഥലം 37 സെന്റ് സ്ഥലം ബാക്കിൽ നോക്കില്ല. അപ്പൊ ഞങ്ങള് ഒന്നും നുണവർത്തുന്നില്ലല്ലോ. ഉറപ്പന്നല്ലേ? പിന്നെ അപ്പൊ ഇനി പറയാനുണ്ട്, ഇനിയിപ്പോ നിങ്ങൾക്ക് വീട് വേണം, നിങ്ങൾ തരണം, ചാവി തരണം. അപ്പൊ എങ്ങനെ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന, എങ്ങനെ നിങ്ങൾ വന്നിട്ട് താമസിക്കുന്നോ? നിങ്ങളെ അഭിപ്രായം നിങ്ങൾ പറയും. ഞങ്ങള് താമസിക്കല്ല. അത് എന്തെങ്കിലും ഒന്ന് വിറ്റ് ഒഴിയുന്നത് വരെ നിങ്ങൾ അതിൽ താമസിക്കണം. അതാണ് ഞങ്ങൾ ആവശ്യം. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നോ അല്ല ഇത് വീട് സെയിലാക്കുന്നോ? സെയിലാക്കണമെങ്കിൽ പാർട്ടിനെ കണ്ടെത്തണം. അപ്പൊ ആ പാർട്ടി ആകുന്നത് വരെ നിങ്ങൾ നിങ്ങൾക്ക് വന്ന് താമസിച്ചൂടെ? അപ്പൊ ഈ വീട് ഇങ്ങനെ സെയിലാക്കുന്നവരെ ഞാൻ നാളെ കാലിയാക്കും. നാളെ ഞാൻ കാലിയാക്കിയാൽ ഈ വീട് ഇങ്ങനെ വിട്ടിട്ട് പോയാൽ ഇത് ആൾക്കാരെല്ലാം വന്ന് കയറും, കുട്ടികളെല്ലാം വന്നിട്ട് പ്രശ്നമാവില്ലേ? അതുകൊണ്ടാണ് വീട് അലങ്കോലപ്പെടുത്തൂലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറയാനുള്ള കാരണം. ഞാനിവിടെ താമസിക്കണം. വീട് വിടാൻ പാടില്ലാതെ പറയാൻ കാരണം ഇപ്പോ അപ്പോ ഇവര് പറയുന്നത് എന്താണെങ്കിൽ ഇവർക്ക് വീട് താമസിക്കാൻ വേണ്ട, ഇവർക്ക് വീട് നാട്ടിലുണ്ട്, ഇതിനെ മെയിൻറ്റെയിൻ ആക്കാനും പറ്റൂല അവർക്ക്. അതുകൊണ്ട് ഇവര് വീട് സെയിലാക്കും. ആ സെയിലാകുന്നത് വരെ വീട്ടിൽ ഇവർക്ക് വന്നിട്ട് താമസിക്കാനുള്ള സൗകര്യമില്ല. അവർ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും ദൂരം വന്ന് താമസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ നാളെ കുടിയിറങ്ങാൻ പോകുന്നതാണ് ഈ വീട്ടിൽ നിന്ന്. അത് ഞാൻ കുടിയിറങ്ങാൻ പാടില്ല. ഇവർക്ക് വീടിന് പാർട്ടി ആകുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് അവരാവശ്യം. എന്റെ ആവശ്യമല്ലല്ലോ. അപ്പൊ നിങ്ങളെ അപ്പൊ നിങ്ങളെ കാവൽക്കാരനായിട്ട് ഞാനും ഫാമിലി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണോ ഈ വീട് സെയിലാണ് അന്ന് ഞാൻ അതിന് എത്ര ദിവസം മുമ്പ് നിങ്ങൾ പറയാനോട് നമുക്കൊരു ഗ്യാപ്പ് ആക്കാം. അന്ന് ഞാൻ ഇറങ്ങിത്തരാം. തൽക്കാലം ഞാൻ വീട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളൂ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വാടക വേണോ? അതെല്ലാം പറയണോ? തുറന്നു പറയണോ? വാടക വേണോ എന്തെന്ന് അത് പറയണം. നിങ്ങൾ തുറന്നിട്ട് അത് പറയണോ? നിങ്ങളെ കാവൽക്കാരനാകുമ്പോൾ എനിക്കിങ്ങനെ ശമ്പളം തരണം. ഞാൻ വാടക തരൂല. കാരണം ഞാൻ വേറെ വാടകക്ക് ഞാൻ പുരെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് 2 ദിവസത്തിലായിരിക്കും പാർട്ടിയാന്ന് ഞാൻ വിട്ടുതരും. നാളെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നെങ്കിൽ ഞാൻ റെഡിയുണ്ട്. എനിക്ക് വിഷയമല്ല. എന്റെ ഭാഗത്തൊന്നുമില്ല. ഫൈനൽ തീരുമാനം നിങ്ങൾ. ഇനിയും നിങ്ങൾക്ക് ഞാൻ സമയം തരാം. നിങ്ങളിപ്പോ പോവാ നാട്ടില് എന്നിട്ട് മൂപ്പരെ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞില്ല അങ്ങ് തീരുമാനം മാറ്റി ഞങ്ങൾക്ക് കുടിയിറങ്ങണം, അതിന് ഞാൻ റെഡിയാണ്, ഒന്നും പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിന്റെ മുകളിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ആയിക്കോളാം. എനിക്ക് വിഷയമൊന്നുമില്ല. ഇതിന് പരിധിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എന്താക്കുന്ന പറഞ്ഞാൽ പവർ ഓഫ് അറ്റാണെ ആക്കി തരും. ഇതിന്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ കുടിയിരിക്കും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. വീട് അങ്ങനെ നോക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ ഞങ്ങൾ ഇറങ്ങേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾക്ക് സെയിലേ ആകുന്നില്ല, നിങ്ങൾക്ക് വേറൊന്നും ഒരു തീരുമാനം വേറൊന്നും മാറ്റണം, ഇനി ഹോം സ്റ്റേ അതോ ഇതാക്കണം, ഞങ്ങളെ വിളിച്ച് പറയാം. നിങ്ങൾ കൂടി ഇറങ്ങണം, അത് ഞങ്ങൾ റെഡിയാണ്. ഇതെല്ലാം എന്റെ തീരുമാനമല്ല, നിങ്ങളെ തീരുമാനം. ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞങ്ങള് മുമ്പൊരു മീറ്റിംഗ് ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് നിങ്ങളെ ടിക്കറ്റ് എടുത്ത് നിങ്ങളെല്ലാവരെയും അറിയിക്കണം ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് ഈ വീഡിയോ ആക്കിയത്. അപ്പോൾ വീട്ടിൽ ഞാൻ തൽക്കാലം ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കാൻ പറ്റൂല, കാരണം ഇത് വേറെ എന്തെങ്കിലും സെറ്റപ്പ് എന്ന് ആൾക്കാർ പറയും. അപ്പോൾ ഇവർ പറയുന്നത് ഈ വീട് എന്താവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവനെ പൂട്ടിയിട്ടിട്ട് പോയാൽ ആൾക്കാരും പിള്ളേരെല്ലാം കയറിയിട്ട് മടക്കാക്കും. അതുകൊണ്ട് നിങ്ങൾ താമസിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്, അവരെ സമയം വരെ. ഓക്കെ, പിന്നൊന്നും പറയാനില്ല. ഞങ്ങളെ പെരുമാറ്റവും കാര്യങ്ങളും അതെല്ലാം പിന്നെ വീടിന് ലോണില്ല. മുമ്പ് പറഞ്ഞതുപോലെ ലോണോ ബാധ്യതകളോ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. പിന്നെ ഒരാൾ വന്നിട്ട് അബ്ജക്ഷൻ ചെയ്യാനില്ല. ഞാൻ വിലക്കെടുത്ത സ്വത്തായത്, എൻ്റെ ഇത് കുടുംബ സ്വത്തൊന്നുമല്ല. എപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം.
നമുക്കിപ്പോൾ ഇത് വീട് നിങ്ങൾക്ക് ചാവി ഞങ്ങൾ തരൂ, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങൾ ചാവി തന്നിട്ട് കൈമാറും. പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ തരുന്ന അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് അത് ഇതെല്ലാം പവറോപ്പെട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ ആധാരം നിങ്ങളുടെ കയ്യിൽ തരും. അത് നിങ്ങൾ സൂക്ഷിച്ചോളാം. ഡോക്യുമെന്റ് ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് തരാം. ഇന്ന് ചാവിയും തരാം, ഡോക്യുമെന്റ് കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ വിരായപ്പെട്ട് വരാം. നമുക്ക് നടന്ന ഒരു വക്കീലിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ കോപ്പി തന്നാൽ മതി. കോപ്പി തന്നിട്ട് ഒറിജിനൽ തന്നെ ഇന്ന് എടുത്തോ. ഞാൻ വരാം. ഞാൻ വന്നിട്ട് ഒറിജിനൽ തന്നെ തരാം. ഇന്ന് തന്നെ വേണമെങ്കിൽ എഴുത്തുവാക്കാം. കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എല്ലാത്തും റെഡി ഉണ്ട്. ഞാൻ റെഡി ആയിട്ട് തന്നെ ഞാൻ എന്താക്കി ഈ പണിക്ക് തന്നത്. അപ്പൊ ഓക്കെ, വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇത് നിങ്ങളെ ചോദിച്ചു മോനോട്, മോൻ സംഭവിച്ച കാര്യമല്ല. അപ്പൊ ശരി, സന്തോഷം. ഇതാണ് ഒറിജിനൽ ആധാരം നമ്മളെ വീടിൻ്റെ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് അവർക്ക് ചാവിയും കൈമാറിന്, ആധാരവും കൈമാറുന്നു. ഇത് RTC എന്ന് പറയും നമ്മളെ കർണാടകയിൽ. കൊടിക്കടം, ഇങ്ങോട്ട് ഡയറക്റ്റ് കൊടിക്കടം നമ്മളുടെ RTC എന്ന് പറയും. അപ്പോൾ എല്ലാ ആധാരവും ഞാൻ എന്താക്കുന്നുണ്ട്, കൈമാറുന്നുണ്ട്. ഒരു എഗ്രിമെന്റും കൂടി ചെയ്തു കൊടുക്കുന്നു. മൂപ്പര് അതെ നെക്കിടിപ്പ് അടിച്ചാളെ വാപ്പയാണിത്. കുട്ടി 4 മാസത്തെ കുട്ടിയാണ്, കുട്ടീനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അവർക്ക് ആധാരവും ചാവിയെല്ലാം ഞങ്ങൾ കൈമാറി. ഇനി രജിസ്ട്രേഷൻ ആവേണ്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ ഉത്തരവാദി. അവരുടെ പേരിൽ രജിസ്റ്റർ, ആരുടെ പേരിൽ രജിസ്റ്റർ ആക്കി കൊടുക്കുന്നത്. 1 വർഷം വരെ ഇവർ സെയിലാക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് സെയിലാക്കുന്നെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ട് സെയിലാക്കുന്നെങ്കിലും ഞാൻ ഉത്തരവാദി. ഞാൻ അവർക്ക് സപ്പോർട്ട് വന്നിട്ട് ഞാൻ പിന്നെ അവരുടെ ചെലവിൽ രജിസ്ട്രേഷൻ ചാർജ് അവർക്ക് ആ ചെലവിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഓക്കെ.